ഈ പൈനാപ്പിൾ സ്ക്വാഷിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പം നല്ല ചൂട് സമയമല്ലേ, എപ്പോഴും വെള്ളം കുടിക്കണമെന്ന് തോന്നുമല്ലോ. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഇടുകയാണേ. ഒരു പൈനാപ്പിൾ തൊലി ഒന്നും കളയാതെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. അത് മിക്സിയിലിട്ട് അടിച്ച് ജ്യൂസ് എടുക്കരുത്. പകരം നമ്മൾ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്യുന്ന ഗ്രേറ്ററിൽ അത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല ക്ലീനായിട്ടുള്ള തുണിയിൽ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് മാത്രം എടുത്ത് മാറ്റി വയ്ക്കുക. ഇനി ആ ജ്യൂസ് എത്രയുണ്ടെന്ന് അളന്ന് നോക്കുക. ആ ജ്യൂസിൻ്റെ അതേ അളവ് വെള്ളവും ആ ജ്യൂസിൻ്റെ ഡബിൾ മടങ്ങ് പഞ്ചസാരയും കൂടെ ഇട്ടതിന് ശേഷം ഒരു നാരങ്ങയുടെ നീര്, അതായത് നമുക്ക് സിട്രിക് ആസിഡ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ സിട്രിക് ആസിഡ് ഇട്ടാൽ മതി. ഇല്ലെങ്കിൽ ഒരു നാരങ്ങയുടെ നീര് അങ്ങോട്ട് പിഴിഞ്ഞൊഴിച്ച് അടുപ്പിലോട്ട് വെച്ചതിന് ശേഷം അത് കമ്പിപ്പരുവം ഒന്നും ആകണ്ട, ആ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി നമുക്ക്. ഇപ്പോൾ ആ പഞ്ചസാരയൊക്കെ അലിഞ്ഞിട്ടുണ്ട്. ഇനി അടുപ്പ് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ലായനി നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. അത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു അരിപ്പിലൂടെ അത് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക. നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിരുന്ന പൈനാപ്പിളിൻ്റെ ജ്യൂസും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ എസൻസിൻ്റെ ഒരു 2-3 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ വിട്ടേക്കുക, കുഴപ്പമൊന്നുമില്ല. ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒട്ടും വെള്ളമയം ഇല്ലാത്ത കുപ്പികളിൽ സൂക്ഷിച്ച് വയ്ക്കുക. ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക. കുടിക്കേണ്ട റേഷ്യോ എന്ന് പറയുന്നത് 1:3 ആണ്. അതായത് 1 പോർഷൻ സ്ക്വാഷും 3 പോർഷൻ വെള്ളം കൂടെ കലക്കിയാണ് നമ്മൾ കുടിക്കേണ്ടത്. ഇനി നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ KMS പൊട്ടാസ്യം മെറ്റാ ബൈ സൾഫേറ്റ് ഒരു ചെറിയ പാക്കറ്റ് വളരെ വില കുറവാണ്, വാങ്ങിച്ച് ഒരു 1/2 ടീസ്പൂൺ കലക്കി മൊത്തം സ്ക്വാഷിലും കൂടെ കലക്കിയിട്ട് കുപ്പികളിലാക്കി സൂക്ഷിച്ചാൽ മതി കേട്ടോ.